ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വീഡിയോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ പാചക പരീക്ഷണം എന്തായിരുന്നു എന്ന് കാണണ്ടേ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തോ ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് സോയാ ചങ്ക്സ് വെച്ചുള്ള പുലാവ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ ഒട്ടും വൈകിയില്ല, നേരെ വെള്ളം വെച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു ശകലം ഉപ്പും ഇട്ട് പിന്നെ അതേണ്ട സോയാ ചങ്ക്സ് എടുത്ത് അതിനകത്തോട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലോട്ടിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ ചെറിയ ഇതാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇനി ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു. ആ സമയത്ത് നമ്മൾ അരിയെടുത്ത് ഞാൻ, അതായത് നമുക്ക് റൈസ് വെക്കാനുള്ള ബിരിയാണി റൈസ് ഉണ്ടല്ലോ, ആ അരി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു. നമുക്കൊരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സോയാ ചങ്ക്സ് ഒന്ന് വെന്ത് വന്നു. പിന്നെ അത് തീ ഓഫ് ചെയ്ത് മാറ്റിയിട്ട് കുറച്ച് നേരം അതിനകത്ത് തന്നെ ഇട്ട് അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ കുക്കർ വെച്ചിട്ട് അതിനകത്ത് ഓയിലിട്ടു. ഒരു ശകലം ഞാൻ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്, കാരണം നെയ്യ് ചേർത്താലാണ് ഈ റൈസിനൊക്കെ ഒരു പ്രത്യേക മണം വരുന്നത്. പിന്നെ അതിനകത്തോട്ട് ഒരു ഗ്രാമ്പും പട്ടയും 2-3 കുരുമുളകും പിന്നെ ഒരു 1/2 സ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടിട്ട് അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തതും ഒരു 2 പച്ചമുളകും പിന്നെ ഒരു ശകലം ഇഞ്ചിയുടെ കഷ്ണവും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് ഇനി ഇതിനകത്തോട്ട് പൊടി ചേർക്കുവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് ഇപ്പം ഞാൻ ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു ശകലം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. മല്ലി ആദ്യം ഇട്ടിട്ട് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ ഞാനൊരു 1/2 സ്പൂണോളമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1/4 സ്പൂണോളം ചിക്കൻ മസാല, ബിരിയാണി മസാലയും ചേർക്കാമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ആ സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ പിന്നെ ചിക്കൻ മസാല ഇട്ടേ. ഇത് രണ്ട് ഏതിട്ടാലും നല്ലതാണ്. പിന്നെ ഒരു തുള്ളി ഞാൻ നമ്മുടെ ഗരം മസാല, വീട്ടിൽ നല്ല വറുത്ത് പൊടിച്ച് വെച്ച ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഇത് എൻ്റെ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തക്കാളി ഇട്ടിട്ട് ശകലം തൈര് ഒഴിച്ചാലും മതി, അതും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും 2 തക്കാളിയാണ് ഇട്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ക്യാരറ്റോ ബീൻസോ ഒക്കെ ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല. പിന്നെ ഞാൻ നന്നായിട്ട് നമ്മൾ ആ തണുത്ത വെള്ളത്തിലൊക്കെ നല്ലതായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സോയാ ബോൾസ് ഇട്ട് കൊടുത്ത്. വലുതാണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. വലിയ ഇത് കിട്ടുമല്ലോ, അതാകുമ്പോൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈസ് പിന്നെയും കൂടും. അപ്പോൾ അത് 4ആയിട്ടൊക്കെ കട്ട് ചെയ്തിരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് പിന്നെ പച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ അരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ തൈര് ചേർക്കുകയാണെങ്കിൽ നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചു. ഇത് അരിയുടെ അളവ് വെള്ളം ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ അതിനൊരു 3.5 ഗ്ലാസ്സൊക്കെ വെച്ചാണ് ഞാൻ വെള്ളം. അപ്പോൾ ഓരോ അരിയും ഓരോരുത്തർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ചു. നമ്മുടെ പുലാവ് റെഡി. ഇതിനൂടെ കഴിക്കാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. ഇതുണ്ടാക്കിയുണ്ടല്ലോ എൻ്റെ മക്കൾക്ക് ഈ സോയാ ബോൾസ് ഉണ്ടല്ലോ, ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് പറഞ്ഞ് കൊടുത്താൽ മതി, അത് ചിക്കനാന്ന് പറഞ്ഞാൽ അതൊക്കെ തിന്നോളും. അപ്പോൾ എനിക്ക് പടി എളുപ്പം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ ഉണ്ടാക്കി. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കുക്കുമ്പറും സബോളയും കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും കൂടെ ഒക്കെ കൊത്തി അരിഞ്ഞ് അതിനകത്ത് നല്ല കട്ട തൈരും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല സൂപ്പറായിട്ട് സലാഡും കൂടെ പെട്ടെന്ന് റെഡിയാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നല്ല സോയാ ചങ്ക്സിൻ്റെ
പുലാവും സാലഡും നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.